സംഗീതം സംവിധാനം നിർവഹിച്ച യൂണിവേഴ്സൽ തിയേറ്റേഴ്സിൽ ഒരാൾക്ക് പകരം കയറിയതാണ് അയ്യനത്തിൻ്റെ നാടകം. പി അയ്യനത്ത് എന്ന സാഹിത്യകാരൻ്റെ നോവലിസ്റ്റിൻ്റെ റെഡ് സിംഗിൻ്റെ നാടകം. ആ നാടകത്തിൽ ഒരാൾ മാറിപ്പോയപ്പോൾ അതിലെ ഹീറോയുടെ അച്ഛനായിട്ട് ആ വേഷം ഞാൻ തന്മയത്വമായി ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ സംഗീതവും പാട്ടും അഭിനയവും എല്ലാ ട്രൂപ്പിലും ഞാൻ തന്നെയായിരുന്നു. അന്ന് ഇപ്പോഴുള്ള ഈ ടേപ്പ് റെക്കോർഡ് സമ്പ്രദായമൊന്നുമില്ല. റെക്കോർഡിങ് സ്ട്രൈറ്റ് പാടണം. ഞാൻ തന്നെ ആ ട്രൂപ്പിൽ കീബോർഡും അഭിനയവും പാട്ടും എല്ലാം ഞാൻ തന്നെയായിരുന്നു യൂണിവേഴ്സൽ തിയേറ്റേഴ്സ്. പിന്നെയാണ് ടേപ്പ് റെക്കോർഡ് ഈ റെക്കോർഡിംഗ് സമ്പ്രദായം വന്നത്. അതിന് ടൂണ, ഗീതാഞ്ജലി തിയേറ്റേഴ്സ്, കാദംബരി, പിന്നെ അങ്ങനെയുള്ള ട്രൂപ്പിൽ. അതിക്ക് മുമ്പ് ഞാൻ സഹകരിച്ച് കേരള ആർട്സ് തിയേറ്റേഴ്സ് കായംകുളം, ആലപ്പി തിയേറ്റേഴ്സ് മാറിക്കഴിഞ്ഞിട്ട് അവിടെ ബ്രഹ്മാനന്ദനും ഞാനുമാണ് പാടിയിരുന്നത്. 4 പാട്ട് ബ്രഹ്മാനന്ദനും 4 പാട്ട് ഞാനും. ഐഷ എന്ന പ്രൊഫഷണൽ നാടകത്തിലൂടെ വയലാർ രാമവർമ്മയുടെ കാവ്യമനോഹരമായ വരികൾക്ക് സംഗീതം ചിട്ടപ്പെടുത്താനുള്ള ഭാഗ്യവും ബെന്നിക്കുണ്ടായി. ഒരു സംഗീത സംവിധായകനെന്ന നിലയിലും പാട്ടുകാരനെന്ന നിലയിലും ആലപ്പി ബെന്നിക്ക് പ്രശസ്തിയുടെ തിളക്കമുണ്ടായിരുന്ന കാലത്താണ് വിധി ഒരു വാഹന അപകടമൊരുക്കി ഈ കലാകാരന്റെ ജീവിതം കീഴ്മേൽ മറിക്കുന്നത്. അല്പ സാമ്പത്തിക ബുദ്ധിമുട്ട്, നാടകരംഗമല്ലേ, കലാരംഗമല്ലേ. വന്നപ്പോൾ തങ്കരാജ്, കൈനേരി തങ്കരാജ് വയലാർ രാമവർമ്മയുടെ ഐഷ നാടകമാക്കി. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. അതിൽ വയലാർ രാമവർമ്മയുടെ കവിതയൊക്കെ ട്യൂൺ ചെയ്യാൻ കിട്ടിയ ഭാഗ്യം. മഞ്ഞപ്പുള്ളികളുള്ള നീല ജാക്കറ്റും നീളെ കുഞ്ഞു തൊങ്ങലു തുന്നിച്ചേർത്ത പാവാട ചുറ്റും കൈകളിൽ പൊട്ടിപ്പൊട്ടിച്ചിരിക്കും വളകളും കൈതപ്പു തിരുകിയ ചുരുളൻ മുടിക്കെട്ടും മറക്കുമോ നിങ്ങളൻ ഐഷയെ. അങ്ങനെ ഈ ഐഷ 126ാമത്തെ നാടകം കളിച്ച് തിരിച്ചു വരുമ്പോൾ കൊല്ലം മേവർത്ത് വെച്ച് തട്ടാമല വെച്ച് ഈ കൈനേരി ചാലക്കുടി കൈനേരി തിരിച്ച് വണ്ടി വേറൊരു ബസ്സുമായി കൂട്ടിയിടിക്കുകയും അപ്പം തന്നെ ആ നിമിഷം എൻ്റെ ഇടത് കാൽ അവിടെ വെച്ച് തന്നെ അറ്റുപോവുകയും ചെയ്തു. ആയാസപ്പെട്ടെങ്കിലും ഒരിത്തിരി നടക്കാൻ ഒറ്റക്കാലിനൊപ്പം ഒരു കൃത്രിമക്കാലും ഊന്നുവടിയുടെ ബലവും വേണം ഇന്ന് ബെന്നിക്ക്. വേദനയോടെ ഇടറി നീങ്ങുന്ന ഈ മനുഷ്യന് ആത്മബലമാകുന്നത് ഈശ്വരവിശ്വാസമാണ്. അപകടത്തിന് ശേഷം ആലപ്പി ബെന്നി ശ്രദ്ധ വച്ചതേറെയും ഭക്തിഗാനങ്ങൾ ഒരുക്കാനാണ്. ഈശ്വര കടാക്ഷത്തിനായി ഈ കലാകാരന്റെ മനമുരുകിയ പ്രാർത്ഥനകളായിരുന്നു പിന്നീടുള്ള ഓരോ പാട്ടും. കാലം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ മാനസികമായിട്ട് ഞാനാകെ തകർന്നു. പിന്നെ ഒരു കാലം നഷ്ടപ്പെട്ടെങ്കിലും പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഞാൻ വീണ്ടും രംഗത്തേക്ക് വരണം. അതിനുവേണ്ടി ദൈവം എനിക്ക് തന്നതാണ്. ഞാൻ ധാരാളം CD-കൾ ചെയ്തു, ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് ധാരാളം ചെയ്തു. എല്ലാവരെ കൊണ്ട് പാടിക്കുകയും ചെയ്തു. കേരളത്തിലെ മാർക്കോസ് എല്ലാ പാട്ടുകാരെ കൊണ്ട് ഞാൻ പാടിച്ചു. ഈ കഴിഞ്ഞ ക്രിസ്മസിന് ഇറക്കിയ CD-യിൽ നമ്മുടെ മോഹൻലാൽ നല്ലൊരു പാട്ട് എനിക്ക് പാടിത്തന്നു, ഫ്രീ ആയിട്ട് പാടിത്തന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ വെച്ച് ഒരു പൈസ പോലും വാങ്ങിക്കാതെ ഒരു നല്ലൊരു പാട്ട് അത് എനിക്ക് പാടിത്തന്നു. സ്വപ്നമാണ്, ഇന്നും അന്നും സ്വപ്നമായിരുന്നു. പക്ഷേ എന്തോ എൻ്റെ സമയത്തിൻ്റെ ആയിരിക്കും, ആരും വിളിച്ചുമില്ല. ബാബുരാജ് പല പ്രാവശ്യം പറഞ്ഞു വരൂ മദ്രാസ് നീക്കാം, പക്ഷെ അന്നൊന്നും ഞാൻ പോയില്ല. പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കിട്ടിയാലും. ദൈവം ഇത്രയും നല്ലൊരു ശബ്ദം തന്നു, സംഗീതത്തിൽ ഇത്രയും കഴിവ് തന്നു. പക്ഷേ എൻ്റെ ലക്ഷ്യം ഇതുവരെ കിട്ടിയിട്ടില്ല, സിനിമാ ഫീൽഡ്. എന്തോ അതിൽ ഞാൻ
ദുഃഖമില്ല. കാര്യം ദൈവം തരുന്ന എന്തും സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഞാൻ പ്രയത്നിക്കുന്നുണ്ട്, പക്ഷേ അവസരം കിട്ടുന്നില്ല. അതെന്തോ എൻ്റെ ഭാഗ്യക്കേടായിട്ടാണ് ഞാൻ കരുതുന്നത്. വിധി വേട്ടയാടി ഒരു കാലപഹരിച്ച ശേഷമുള്ള കുറേ നാളുകൾ ബെന്നിക്ക് കടുത്ത നിരാശയുടേതായിരുന്നു. ഭാവി ഇനി എന്തെന്നറിയാതെയുള്ള ആകുലതകളിലും ഉത്കണ്ഠകളിലും മനസ്സ് കൈവിട്ടപ്പോൾ മരണത്തെ സ്വയം വരിക്കാൻ വരെ ഒരുങ്ങിയതാണ്. ഹൃദയത്തിൽ അപ്പോഴും കെടാതെ നിന്ന ഈശ്വരപ്രകാശമാണ് പിന്നെയും ജീവിതം തുടരാനുള്ള പ്രേരണയായത്.